ഹലോ ഗൈസ്, ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക്കാണ് റെസണൻസ്. ഓക്കെ, സോ എനിക്കൊരു റിയാക്റ്റീവ് നെറ്റ്വർക്ക് ഉണ്ട്. റിയാക്റ്റീവ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ RLC നെറ്റ്വർക്ക്. ഓക്കെ, സോ എനിക്കൊരു RLC നെറ്റ്വർക്ക് ഉണ്ട്. ഓക്കെ, ബി സീരീസ് ഓർ ഇൻ പാരലൽ നെറ്റ്വർക്ക്. ഓക്കെ, അങ്ങനെ ഒരു നെറ്റ്വർക്ക് പ്യുവർലി റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആക്ട് ചെയ്യുന്ന കണ്ടീഷനാണ് റെസണൻസ് എന്ന് പറയുന്നത്. Okay, so at resonance circuit will behave as resistive network. Okay, അതായത് ഒരു റിയാക്റ്റീവ് നെറ്റ്വർക്കാണ്. എനിക്കൊരു റിയാക്റ്റീവ് സർക്യൂട്ടാണുള്ളത്. ഓക്കെ, റിയാക്റ്റീവ് സർക്യൂട്ടിൽ at some frequency എന്താണ് സർക്യൂട്ട് വിൽ ബിഹേവ് ആസ് പ്യുവർ റെസിസ്റ്റീവ് നെറ്റ്വർക്ക്. ഓക്കെ, ദാറ്റ് ഈസ് നെറ്റ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0 ആകും. ഓക്കെ, ഇതിനെയാണ് റെസണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സപ്പോസ് ഇത് രണ്ട് രീതിയിലുണ്ട്. സീരീസ് റെസണൻസ് സർക്യൂട്ടും ഉണ്ട്, പാരലൽ റെസണൻസ് സർക്യൂട്ടും ഉണ്ട്. സോ സീരീസ് റെസണൻസ് സർക്യൂട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എനിക്ക് റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻഡക്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഗിവൺ ടു എ വോൾട്ടേജ് സോഴ്സ് വി. ഈ ഒരു സർക്യൂട്ട് പ്യുവർലി റെസിസ്റ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ് ഓഫ് ആൻ ഇൻഡക്ടർ XL ആണ്, ആൻഡ് റിയാക്റ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ XC വെച്ചിട്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു XL എന്ന് പറഞ്ഞാൽ ω/L ആയിരിക്കും, XC എന്ന് പറഞ്ഞാൽ 1/ωc ആയിരിക്കും. സോ അറ്റ് സം ഫ്രീക്വൻസി ഈ XLഉം XCയും ഈക്വൽ ആകുന്ന കേസിൽ ഇത് രണ്ടും ക്യാൻസൽ ഔട്ട് ആകും. ഹെൻസ് നമ്മുടെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആകും. അതിനെയാണ് റെസണൻറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ റെസണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു സീരീസ് റെസണൻസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഓക്കെ, നമുക്ക് പറയാം ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ Z ഈസ് ഈക്വൽ ടു R പ്ലസ് JXL മൈനസ് JXC ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു R പ്ലസ് JXL മൈനസ് XC ആയിരിക്കും. ഓക്കെ, സോ ഫോർ ദ circuit to be purely resistive നമ്മളുടെ കണ്ടീഷൻ എന്താണ്? XL is equal to XC ആയിരിക്കും. that is ω0L is equal to 1/ω0C implies ω0 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/ω0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഫ്രീക്വൻസിനെ ഡിനോട്ട് ചെയ്യാൻ ω0 എന്ന് എടുത്തതാണ്. ഓക്കെ, പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൽ XLഉം XCയും ആക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ω തന്നെയായിരുന്നു. സോ അതിനെ ഞാൻ ω0 എന്ന് കൊടുത്തു എന്നേ ഉള്ളൂ, 1/LC ഓർ ω0 ഈസ് ഈക്വൽ ടു 1/√LC. ഓക്കെ, സോ അറ്റ് ദിസ് എന്താണ് ആംഗുലാർ ഫ്രീക്വൻസി, അല്ലെങ്കിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 2πf. സോ F0 ഈസ് ഈക്വൽ ടു 1/2π√LC. ഓക്കെ, സോ ഇതാണ് റെസണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്രീക്വൻസി അറ്റ് വിച്ച് റെസണൻസ് ഒക്കർ എന്ന് ചോദിച്ചാൽ ഈ F0 കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? 1/2π√LC ഫോർ സീരീസ് സർക്യൂട്ട്. ഓക്കെ, സീരീസ് സർക്യൂട്ടിൽ ഇതായിരിക്കും നമ്മുടെ റെസണൻറ്റ് ഫ്രീക്വൻസി. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് പവർ ഫാക്ടറാണ്. പവർ ഫാക്ടർ. ഓക്കെ, പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ PF എന്നും നമ്മൾ പറയാറുണ്ട്. ഇസ് ഈക്വൽ ടു cos φ ആണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു R/Z ആണ്. ഓക്കെ, പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ്? Z എന്തായി മാറും? അറ്റ് റെസണൻസ് it will become R/R. Okay, that is equal to 1. Therefore
പവർ ഫാക്ടർ ഓഫ് എ സീരീസ് റെസൊണൻറ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ യൂണിറ്റിയാണ്. ഓക്കെ, സോ പവർ ഫാക്ടർ ഓഫ് എ സീരീസ് റെസൊണൻറ്റ് സർക്യൂട്ട് യൂണിറ്റിയാണ്. കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ, റെസൊണൻറ്റ് സർക്യൂട്ടിൽ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആകും. സോ R/R 1 ആകും. ഓക്കെ, ഈ നെക്സ്റ്റ് ടേം കറണ്ട്. ഓക്കെ, കറണ്ട് I എന്ന് പറയുന്നത് റെസൊണൻസിൽ വരുമ്പം I0 ആകും. ഓക്കെ, I = V/Z ആകുമ്പം റെസൊണൻസിൽ വരുമ്പം I0 എന്തായിരിക്കും? V/R ആയിരിക്കും. സിമിലർലി വോൾട്ടേജ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ω0L is equal to 1/ω0C എന്ന് പറഞ്ഞു. ഓക്കെ, സോ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐയും കൂടെ വരും. സോ ω0L I0 is equal to 1/ω0C I0 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് VL0 is equal to VC0. ഓക്കെ, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് across inductor is equal to the potential difference across എന്താണ്? capacitor. Hence they will cancel out each other. Okay, so ഇതാണ് വോൾട്ടേജ് എന്ന് പറയുന്നത് അറ്റ് റെസൊണൻസ്. ഓക്കെ, സോ ആസ് എ റിസൾട്ട് എന്ത് പറ്റും? I0 മാക്സിമം ആയിരിക്കും and V0 will also be maximum. കാരണം എന്താണ്? ഇൻഡക്റ്റൻസ് ഇല്ല, സോ ഇമ്പിഡൻസ് ഒന്നുമില്ല, ആ റെസിസ്റ്റീവ് ഇമ്പിഡൻസ് മാത്രമേ ഉള്ളൂ. സോ അതിലെ വഴി പോകുന്ന കറണ്ടും മാക്സിമം ആയിരിക്കും, വോൾട്ടേജും മാക്സിമം ആയിരിക്കും. സോ വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ആൻഡ് കറണ്ട് മാഗ്നിഫിക്കേഷൻ ടേക്സ് പ്ലേസ്. ഓക്കെ, സോ ഇതാണ് വോൾട്ടേജിനും കറണ്ടിനും ഉണ്ടാകുന്ന ചേഞ്ച് ഡ്യൂറിങ് റെസൊണൻസ് ഇൻ സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഫേസർ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഓക്കെ നമുക്ക് അറിയാം, ഇൻഡക്റ്റർ സർക്യൂട്ടും കപ്പാസിറ്റർ സർക്യൂട്ടും ഒരെണ്ണത്തിനകത്ത് കറണ്ട് ലാഗ് ചെയ്യുകയും ഒരെണ്ണത്തിനകത്ത് കറണ്ട് ലീഡ് ചെയ്യുകയും ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ക്യാൻസൽ ആകുന്നത് കൊണ്ട് സർക്യൂട്ട് വിൽ ബിഹേവ് ആസ് pure resistive circuit at resonance. Okay, so phasor diagram resistive circuit endana voltage and current will be in phase. Okay, so at resonance voltage and current will be in phase. Okay, so VR I VL VC. ഓക്കെ, ഇങ്ങനെയായിരുന്നു വരേണ്ടത്. ഓക്കെ, ഒരിടത്ത് വോൾട്ടേജ് ലീഡ് ചെയ്യും, ഒരിടത്ത് കറണ്ട് ആയിരിക്കും. കപ്പാസിറ്ററിൻ്റെ കേസിൽ കറണ്ട് ലീഡ് ചെയ്യും, ഇൻഡക്ടറിൻ്റെ കേസിൽ വോൾട്ടേജ് ആയിരിക്കും ലീഡ് ചെയ്യുന്നത്. ആൻഡ് റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇൻ ഫേസ് വിത്ത് കറണ്ട് ആയിരിക്കും. ഓക്കെ, സോ അറ്റ് റെസൊണൻസ് നമ്മുടെ ഫേസർ എന്ത് പറ്റും? ഇങ്ങനെ മാത്രമായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് റെസൊണൻസിലുള്ള ഫേസർ സർക്യൂട്ട്. ഇത് സാധാരണ RLC സീരീസ് സർക്യൂട്ടിൻ്റെ ഫേസ് ഡയഗ്രമാണ് ഈ വരച്ചിരിക്കുന്നത്. അറ്റ് റെസൊണൻസ് ഇങ്ങനെയായിരിക്കും ഫേസർ ഡയഗ്രാം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ബിഹേവിയർ ഓഫ് RLC വിത്ത് ചേഞ്ച് ഇൻ ഫ്രീക്വൻസിയുടെ ഒരു ഡയഗ്രമാണ് നമുക്ക് പറഞ്ഞത്. സോ നമ്മളോട് പറഞ്ഞു നമുക്ക് V is equal to I into R എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആൻഡ് ആറിന് പ്രത്യേകിച്ച് ഫ്രീക്വൻസിയുമായിട്ട് യാതൊരു കണക്ഷനുമില്ല. Therefore it will be a constant with the change in frequency. So this is the behavior of RLC with change in frequency. So R-ന് ഫ്രീക്വൻസിയുമായിട്ട് യാതൊരു കണക്ഷനുമില്ല. So it will remain whatever be the value of R, അത് അതുപോലെ തന്നെ ഇരിക്കും. ഇനി എക്സിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? 1/ωc. That is equal to 1/2πfc.
ഓക്കെ. സോ എക്സ് സി എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വേരി ചെയ്യുന്നത്. ഓക്കെ, കാരണം എന്താണ്, ഡിനോമിനേറ്ററിലാണ് നമുക്ക് ഫ്രീക്വൻസി വരുന്നത്. സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും അത് വേരി ചെയ്യുന്നത്. ഓക്കെ, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ആൻഡ് എക്സ് എൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്, ഒമേഗ എൽ അല്ലെങ്കിൽ 2πf(L). സോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ലീനിയർ ആയിട്ടായിരിക്കും. സോറി ഗൈസ്, ഇടയ്ക്ക് വീഡിയോ കട്ടായിപ്പോയി. ദാറ്റ് ഈസ് എക്സ് എൽ ഈസ് ഈക്വൽ ടു ഒമേഗ എൽ 2πf(L) ആണെങ്കിൽ സോ ഒമേഗ എൽ വിൽ ചേഞ്ച് ലീനിയർലി. ഓക്കെ, സോ നമ്മൾ എന്താണ് ഇമ്പിഡൻസ് കർവ്. ഓക്കെ, സോ ഇമ്പിഡൻസ് കർവാണ് ഞാൻ ഈ വരച്ച് വെച്ചിരിക്കുന്നത്. ഇമ്പിഡൻസ് കർവ് വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനൊരു കർവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അറ്റ് റെസണൻറ്റ് ഫ്രീക്വൻസി. ഓക്കെ, സോ ദിസ് ഈസ് എഫ്, ദിസ് ഈസ് ഇസഡ്. സോ ഈ ഒരു പോയിന്റ് അതെന്ന് പറയുന്നത് റെസണൻറ്റ് ഫ്രീക്വൻസിയാണ് കാണിക്കുന്നത്. സോ അറ്റ് എഫ് ഈസ് ഈക്വൽ ടു F0 എന്താണ്, ഇമ്പിഡൻസ് എന്ന് പറയുന്നത് പ്യുവർലി റെസിസ്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ബാക്കി രണ്ടെണ്ണം എന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു സൈഡിൽ ഇമ്പിഡൻസ് വിൽ ബി പ്യുവർലി കപ്പാസിറ്റീവും. ഓക്കെ, അറ്റ് എഫ് ലെസ് ദാൻ F0 ഇമ്പിഡൻസ് എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് ആയിരിക്കും. ഓക്കെ, കപ്പാസിറ്റീവ് ആയിരിക്കും. സോ ആസ് എഫ് ഇൻക്രീസസ്, ഓക്കെ, എഫ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ കപ്പാസിറ്റീവ് ആയിട്ടുള്ള ഇമ്പിഡൻസ് ലെസ്സായി പ്യുവർലി റെസിസ്റ്റീവായിട്ട് പിന്നെ അത് ഇൻഡക്റ്റീവായിട്ട് മാറും. സോ എഫ് ഗ്രേറ്റർ ദാൻ F0 it will be purely inductive, purely, or it will be more inductive. Okay, so f greater than F0 യിൽ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയിട്ടായിരിക്കും, മോർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയിട്ടായിരിക്കും ഇമ്പിഡൻസ്, അല്ലെങ്കിൽ ഇമ്പിഡൻസിന് മുൻതൂക്കം ഇൻഡക്റ്റൻസിനായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബിഹേവിയർ ഓഫ് RLC വിത്ത് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ ബാൻഡ് വിഡ്ത്ത്. ഒരു സീരീസ് RLC സർക്യൂട്ടിൽ ബാൻഡ് വിഡ്ത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഫോർ വിച്ച് പവർ ഡെലിവേർഡ് ടു resistance R is greater than or equal to P0/2. ഓക്കെ, സോ റെസിസ്റ്റൻസിലേക്ക് ഡെലിവർ ചെയ്യുന്ന പവർ ഗ്രേറ്റർ അല്ലെങ്കിൽ ഈക്വൽ ടു P0/2. ഓക്കെ, അറ്റ് റെസണൻസിൻ്റെ കാര്യമാണ്, ബാൻഡ് വിഡ്ത്ത് അറ്റ് റെസണൻസിനെയാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, അതിനെയാണ്, ആ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ പവറിൻ്റെ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ എനിക്ക് P0/2, അതായത് 0.5 P0. ഓക്കെ, 0.5 P0യിൽ മേളിലുള്ള ഫ്രീക്വൻസീസ്. ഓക്കെ, സോ ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചിനെയാണ് എന്തെന്ന് പറയുന്നത്, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു പി. ഇനി നമുക്കറിയാം പി എന്ന് പറഞ്ഞാൽ എന്താണ്, I² R ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പം I² R അല്ലെങ്കിൽ P/2 എന്ന് പറഞ്ഞാൽ എന്താണ്, I² R/2 അല്ലെങ്കിൽ 1/2 അറ്റ് റെസണൻസ് വരുമ്പം I0² R എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് I0 ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ I ഈസ് ഈക്വൽ ടു, ഈ ആറ് ക്യാൻസൽ ആകുവാണെങ്കിൽ I ഈസ് ഈക്വൽ ടു I0/√2 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ എന്താണ് ബാൻഡ് വിഡ്ത്തിന് ഞാനിപ്പം ഒരു ഡെഫിനിഷന് വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ കാണിച്ചത്. ഓക്കെ, ഫ്രീക്വൻസീസ് വെയർ ഹാഫ് പവർ പോയിൻറ്റ്സ്, √2 എന്ന് പറഞ്ഞാൽ 0.070 I0.
ഓക്കെ. സോ നമ്മൾ I0 ആൻഡ് ഒമേഗ എന്ന് പറയുന്ന ഒരു കർവ് എടുക്കുകയാണെങ്കിൽ those values of current, okay, 0.707 I0 to I0, okay, ഈ വാല്യൂസ് ഓഫ് കറണ്ട്, ഈ വാല്യൂസ് ഓഫ് ഫ്രീക്വൻസീസിനെയാണ് ഓക്കെ നമ്മൾ എന്തെന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, റെസണൻസ് കർവിൽ, റെസണൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഒമേഗയും I0യും കൂടെയുള്ള കർവാണ്. ആ കർവിൽ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് വെയർ ദ കറണ്ട് I0 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു I0/√2, അതിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ വേണമെങ്കിലും ബാൻഡ് വിഡ്ത്തിനെ ഡിഫൈൻ ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിലും ബാൻഡ് വിഡ്ത്തിനെ ഡിഫൈൻ ചെയ്യാം. സോ ഇൻ റെസണൻസ് കർവ്, if it is the range, bandwidth is the range of frequencies over which the magnitude of current is equal to or greater than 0.707 I0, അതിനെയാണ് കറണ്ട് അറ്റ് അതിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ആൻഡ് ബാൻഡ് വിഡ്ത്ത് ഈസ് ഗിവൺ ബൈ ω2 മൈനസ് ω1. ഓക്കെ, ഇനി നമുക്കൊരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനുണ്ട്, എക്സ്പ്രഷൻ ഫോർ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, സോ നമുക്കറിയാം I ഈസ് ഈക്വൽ ടു V/Z ആണല്ലോ. സോ ജനറലി ദാറ്റ് ഈസ് V/√of R² പ്ലസ് ഓക്കെ XL മൈനസ് XC the whole square. Okay, that is equal to V/R² plus omega L minus 1/ωc the whole square. Okay, so ഇതാണ് ജനറൽ കറണ്ട് എന്ന് പറയുന്നത്, ജനറലി കറണ്ട് ഇൻ എ സീരീസ് RLC സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പവർ ഹാഫ് ആവുന്ന പോയിൻറ്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹാഫ് പവർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാഫ് പവർ പോയിൻറ്റ്സിൽ, അതായത് P0/2 നമ്മൾ കണ്ടു എന്ത് I ഈസ് ഈക്വൽ ടു I0/√2 ആണെന്ന് കണ്ടു. ഓക്കെ, സോ I0 ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം, V/R എന്ന് പറയാം. ഓക്കെ, നമ്മുടെ അറ്റ് റെസണൻസ് നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു I0 എന്ന് പറയുന്നത് V/R ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇംപ്ലൈസ് I ഈസ് ഈക്വൽ ടു V/√2R. ഓക്കെ, ഇത് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. I ഈസ് ഈക്വൽ ടു V/√2R എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. നമുക്ക് കുറച്ച് മുമ്പേ ഐക്ക് വേറൊരു ഇക്വേഷൻ കിട്ടിയായിരുന്നു. ഓക്കെ, സോ രണ്ടും ഐയുടെ ഇക്വേഷനാണ്. സോ ഇക്വേറ്റിംഗ് 1 and 2 നമുക്ക് കിട്ടും V/√of R² plus ωL minus 1/ωc the whole square is equal to V/√2R. ഓക്കെ, അപ്പം വിയും ക്യാൻസൽ ആക്കാമല്ലോ. സോ √of R² plus ωL minus 1/ωc the whole square is equal to √2R. Okay, squaring both sides നമുക്ക് കിട്ടും R² plus ωL minus 1/ωc the whole square is equal to, ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 2R² എന്ന് കിട്ടും. ഓക്കെ, സോ ഈ R² ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 2R² മൈനസ് R² ആകും. ദാറ്റ് ഈസ് R². R² is equal to ωL minus 1/ωc square. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഓക്കെ, സ്ക്വയർ നമുക്കെന്നപ്പോൾ എടുത്ത് മാറ്റാം. രണ്ടിടത്തും സ്ക്വയർ ഉണ്ട്, അതിനെ റൂട്ട് എടുത്താൽ രണ്ടിടത്തിൻ്റെ സ്ക്വയർ മാറും.
സോ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ഉള്ളത് ഒമേഗ എൽ മൈനസ് 1/ωc ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നായിരുന്നു. ഓക്കെ, സോ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പം നമുക്ക് ആറിൻ്റെ സ്ക്വയർ റൂട്ട് പ്ലസ് ഓർ മൈനസ് എന്നുള്ള ഫോമിൽ കിട്ടും. ഓക്കെ, സോ ഒമേഗ എൽ മൈനസ് 1/ωc ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ആർ. ഓക്കെ, സോ അത് ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒമേഗ എൽ മൈനസ് 1/ωc പ്ലസ് ഓർ മൈനസ് ആർ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി എൽ ബൈ ഒമേഗ ഞാൻ വെളിയിൽ എടുക്കുവാണ്. ടേക്കിംഗ് എൽ ബൈ ഒമേഗ ഔട്ട്സൈഡ് വി വിൽ ഗെറ്റ് ഒമേഗ സ്ക്വയർ. ഓക്കെ, minus 1/LC, okay, plus or minus R/L omega is equal to 0. Okay, so ഇവിടെ 0 ആയതുകൊണ്ട് this term is equal to 0 and this term will be also equal to 0. Okay, so നമുക്ക് എഴുതാം ഈ സമ്മേഷൻ ടേം is equal to 0 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ദാറ്റ് ഇസ് ഇത് ഇവിടേക്ക് വരുമ്പോൾ 0/anything 0 തന്നെയാണ് വരുന്നത്. സോ ഒമേഗ 0 plus or minus R/L omega minus 1/LC is equal to 0. സോ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അതിൻ്റെ നമുക്ക് റൂട്ട്സ് കാണാം. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ റൂട്ട്സ് എങ്ങനെ കാണുന്നത്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഓക്കെ, സോ മൈനസ് ബി എന്ന് പറയുമ്പോൾ plus or minus R/L. Okay, omega is equal to plus or minus R/L plus or minus root of R square by L square minus 4 into 1/LC. Okay, divided by 2. That is equal to plus or minus R/2L. Okay, plus or minus ഇവിടെ നമുക്ക് 2 അകത്തേക്ക് കൊണ്ടുവന്നാൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 4L സ്ക്വയർ. ഓക്കെ, പ്ലസ് ഇത് പ്ലസ് ആകും. ഓക്കെ, സോറി. ഓക്കെ, പ്ലസ് കാരണം എന്താണ് മൈനസ് എൽ സി ആയിരുന്നു, സോ അതുകൊണ്ടാണ് അവിടെ പ്ലസ് ആവുന്നത്. പ്ലസ് 4ഉം 4ഉം ക്യാൻസൽ ആവും, 1/LC എന്ന് കിട്ടും. ഒമേഗയുടെ വാല്യൂ ഇങ്ങനെ കിട്ടും സെക്കൻഡ് ഓർഡർ ഡിഗ്രിയുടെ. ഓക്കെ, സപ്പോസ് ആർ എന്ന് പറയുന്നത് ലോ വാല്യൂ ആണെങ്കിൽ നമുക്ക് ആർ സ്ക്വയർ ബൈ 4L സ്ക്വയർ ക്യാൻ ബി നിഗ്ലക്റ്റഡ്. ഓക്കെ, സോ ഒമേഗ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? പ്ലസ് ഓർ മൈനസ് R/2L പ്ലസ് ഓർ മൈനസ് റൂട്ട് 1/LC എന്ന് കിട്ടും. ഓക്കെ, സോ ആർ ലോ വാല്യൂ ആണെങ്കിൽ ഈ ടേം നിഗ്ലക്റ്റ് ആകും. എന്നപ്പോൾ നമ്മുടെ ഒമേഗയുടെ വാല്യൂ ഇതായിരിക്കും. ഓക്കെ, ആൻഡ് നമ്മൾ പറഞ്ഞായിരുന്നു റെസണൻറ്റ് ഫ്രീക്വൻസിയിൽ ഒമേഗ 0 എന്ന് പറഞ്ഞാൽ 1/√LC ആണെന്ന്. ഓക്കെ, സോ ഇത് നമ്മൾ ഇനിയിപ്പോൾ റെസണൻറ്റ് ഫ്രീക്വൻസിയുടെ കണ്ടീഷൻ കൊടുക്കാൻ പോവാണ്. സോ ഇത് കൊണ്ടുവന്ന് ഇവിടെ ഒമേഗയ്ക്ക് ഒമേഗ 0 ആക്കുവാണെങ്കിൽ നമുക്ക് ഒമേഗ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് R/2L പ്ലസ് ഒമേഗ 0 എന്ന് എഴുതാം. ഓക്കെ, റൂട്ട് ഓഫ് 1/LC എന്ന് പറഞ്ഞാൽ 1/√LC തന്നെയാണ്. സോ ഒമേഗ 0 എന്ന് ഈ ടേമിന് പകരം എഴുതാം. ഓക്കെ, പ്ലസ് അല്ലെങ്കിൽ മൈനസ്. ഓക്കെ, ഇനി ഇവിടെ നിന്നാണ് നമ്മൾ രണ്ടെണ്ണം എടുക്കുന്നത്. ഒമേഗ 1 ഈസ് ഈക്വൽ ടു ഒമേഗ 0 മൈനസ് R/2L and omega 2 is equal to omega 0 plus R/2L. ഓക്കെ, സോ നമ്മൾ മുമ്പേ കണ്ട ബാൻഡ് വിഡ്ത്തിൻ്റെ ഇതിനകത്ത്
ഒമേഗ 1ഉം ഒമേഗ 2ൻ്റെയും ഇക്വേഷനാണ് കണ്ടത്. ഒമേഗ 0 മൈനസ് ആർ ബൈ 2എൽ ആണ് ഒമേഗ 1, ഒമേഗ 0 പ്ലസ് ആർ ബൈ 2എൽ ആണ് ഒമേഗ 2 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒമേഗ 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2πf അല്ലേ? ഓക്കെ, സോ f1 ഈസ് ഈക്വൽ ടു f0 മൈനസ് ആർ ബൈ 4πl എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് f2 ഈസ് ഈക്വൽ ടു f0 പ്ലസ് ആർ ബൈ 4πl എന്ന് എഴുതാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞായിരുന്നു ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ഒമേഗ 2 മൈനസ് ഒമേഗ 1. ഓക്കെ, സോ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ 2 മൈനസ് ഒമേഗ 1, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഒമേഗ 0യും ഒമേഗ 0യും ക്യാൻസൽ ആയി പോവും. സോ നമ്മുടെ ആർ ബൈ എൽ എന്ന് വരും, 2r ബൈ 2l എന്ന് വരും. സോ ആർ ബൈ എൽ എന്ന് വരും. ഓക്കെ, ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്ക് കിട്ടും എന്ത്? ആർ ബൈ 2πl. ഓക്കെ, സോ ബാൻഡ് വിഡ്ത്തിന് ഒമേഗയുടെ ടേംസിലാണെങ്കിൽ ആർ ബൈ എല്ലും, ഫ്രീക്വൻസിയുടെ ടേംസിലാണെങ്കിൽ, ഓക്കെ, ഇതിൻ്റെ ടേംസിൽ f1 മൈനസ് f2 ആണെങ്കിൽ, ഓക്കെ, അതായിരിക്കും f2 മൈനസ് f1 ആണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, സോ ഇത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കുക. സോ നമ്മൾ പറഞ്ഞു ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ഒമേഗ 2 മൈനസ് ഒമേഗ 1, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ബൈ എൽ. ഓക്കെ, അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു f2 മൈനസ് f1, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ബൈ 4πl. സോ ഈ ഇക്വേഷൻ ആണ് ഓർത്തിരിക്കുക, ഇതിൻ്റെ ഡെറിവേഷനും ഓർത്തിരിക്കുക. ഓക്കെ, സോ ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം വേറൊരു വീഡിയോയിൽ.